ഞാന് അവന്റെ കൂട്ടുകാരൻ ഷാജി. ഷാജി വല്ലാത്ത ഇടങ്ങാറായി പോലെ പഠിച്ചു. ആ നേരത്തെ വിളിച്ച മാക്കാൻ പിന്നെ വിളിക്കും. വേണോന്ന് ഇത് ഞാൻ വിളിക്കും. ഹലോ, ഫോൺ ഓന് കൊടുക്കടാ. ഓൻ ഏത് ദുനിയായി പൊളിച്ചാലും ആ പന്നീനെ ഞാൻ പൊക്കിയിരിക്കും. എന്നെ ചീത്ത വിളിക്കുന്നു. പെണ്ണും പിള്ള വിളിക്കുന്നു ഇതിന്റെ ഇടയിൽ. നമസ്കാരം, ഞാൻ സുനിത സുരേഷ്. മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഏറെ പ്രാധാന്യമുള്ള ഒരു വാർത്തയുമായാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഏറെ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച പ്രമാദമായ സാമുവൽ പോൾ കൊലക്കേസിൽ നിന്ന് ആബിദയെ കുറ്റക്കാരിയല്ലെന്ന് കണ്ട് ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നു. 2018 കേസിനാസ്പദമായ സംഭവം. ആബിദയും പിതാവ് അബ്ദുൾ മജീദും താമസിക്കുന്ന വീട്ടിൽ ആബിദ ജോലി ചെയ്തിരുന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉടമ സാമുവൽ പോൾ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടായിരുന്നു ആബിദയെ അറസ്റ്റ് ചെയ്തത്. ഏക സഹോദരൻ ഫാസിൽ പ്രവാസിയാണ്. വിശദമായ വാർത്തകളുമായി ഞങ്ങളുടെ ലേഖകൻ ഉജോഷ് ചേരുന്നു. ഉജോഷ്, എന്തൊക്കെയാണ് ആബിദയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിലയിരുത്തിയത്? സുനിത, ഞാനിപ്പോൾ നിൽക്കുന്നത് ഹൈക്കോടതിയുടെ മുമ്പിലാണ്. ഇന്ന് കോടതി ചേർന്നപ്പോൾ ആദ്യം പരിഗണിച്ചത് ആബിദയുടെ കേസായിരുന്നു. ലോക വനിതാ ദിനത്തിൽ തന്നെ നിരപരാധിയായ ഒരു വനിതയെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവിൽ ഒപ്പുവെക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. 2018 കേസിനാസ്പദമായ സംഭവം. നേരത്തെ മാതാവ് മരിച്ച ആബിദ ഹൃദ്രോഗി കൂടിയായ പിതാവ് അബ്ദുൽ മജീദിന്റെ കൂടിയാണ് താമസിച്ചിരുന്നത്. ഏക സഹോദരൻ ഫാസിൽ കുവൈറ്റിലാണ്. 2018 ജനുവരി 16 രാത്രി ആബിദ താമസിച്ചിരുന്ന വീട്ടിൽ ആബിദ ജോലി ചെയ്തിരുന്ന സ്വകാര്യ സ്ഥാപന ഉടമ സാമുവൽ പോൾ കൊല്ലപ്പെടുകയായിരുന്നു. സാമുവൽ പോൾ ഭരണകക്ഷിയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു എന്നതും രാഷ്ട്രീയപരമായി ഈ കേസിന് ഏറെ പ്രാധാന്യം നൽകി. എന്നാൽ കോടതിയിൽ സമ്മർദ്ദങ്ങളുടെ അടിയൊഴുക്കുകളിൽപ്പെടാതെ ആബിദ തന്റെ നിരപരാധിത്വം തെളിയിച്ചിരിക്കുകയാണ്. കൊലപാതകത്തിനു ശേഷം പോലീസിന് ഫോൺ ചെയ്തത് ആബിദയാണെന്നതും ഒളിവിൽ പോകാൻ ശ്രമിച്ചില്ലെന്നതും കോടതി പ്രത്യേകം നിരീക്ഷിച്ചു. തന്റെ ചാരിത്രം കാത്തുസൂക്ഷിക്കാനും സ്വയരക്ഷയ്ക്കും വേണ്ടിയാകാം മൽപിടുത്തം നടന്നതും അതിനിടയിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ നടന്നതെന്നും പ്രതിഭാഗം വക്കീൽ അഡ്വക്കേറ്റ് രാജീവ് മേനോൻ വാദിച്ചു. സാമുവൽ കൊല്ലപ്പെട്ട സമയത്ത് ആബിദ ഉറക്കെ കരഞ്ഞതായി അയൽക്കാർ സാക്ഷ്യപ്പെടുത്തിയതിനെ മനഃശാസ്ത്രപരമായി സമീപിക്കണമെന്ന വാദം കോടതി ശരിവച്ചു. അതേസമയം ആബിദ പണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട കണ്ണിയാണെന്നും സാമുവൽ പോളിൽ നിന്നും ചെക്ക് തിരുമറി നടത്തി 5 ലക്ഷം രൂപ സഹോദരൻ ഫാസിലിന് വിദേശത്ത് ജോലി തരപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചുവെന്നും അത് ചോദ്യം ചെയ്യാനാണ് തന്റെ കക്ഷി അന്ന് രാത്രിയിൽ ആബിദയുടെ വീട്ടിൽ ചെന്നതെന്നും കോടതിയുടെ ചോദ്യത്തിന് മറുപടിയായി എതിർഭാഗം വാദിച്ച അഡ്വക്കേറ്റ് കൃഷ്ണേന്ദു സമർത്ഥിക്കാൻ ശ്രമിച്ചെങ്കിലും അത്തരം തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനാണ് ഇവിടെ പോലീസും കോടതിയും ഉള്ളതെന്നും രാത്രിയിലല്ല തുക ചോദിച്ച് ചെല്ലേണ്ടതെന്നും മാത്രമല്ല ബിരുദധാരണിയായ ആബിദ പൗരബോധമുള്ള സ്ത്രീയാണെന്നും അവരുടെ ഭൂതകാലത്തിൽ കളങ്കമുള്ളതായി കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ആബിദയുടെ പ്രായവും കളങ്കരഹിതമായ ഭൂതകാലവും സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇതിനകം അവർ നേടിയ ബഹുമതികളും കണക്കിലെടുത്ത് IPC സെക്ഷൻ 96 മുതൽ 106 വരെ ചൂണ്ടിക്കാട്ടി സ്വയരക്ഷയ്ക്ക് അവകാശമുണ്ടെന്നും കാണിച്ച് കോടതി ആബിദയെ വെറുതെ വിടുകയായിരുന്നു. അതേസമയം തന്റെ സ്വകാര്യ സ്ഥാപനത്തിലെ പണമിടപാട്. ഉജോഷ്, ഒരു കാര്യം കൂടെ. ആബിദ നിരപരാധിയാണെന്ന് തെളിഞ്ഞെങ്കിലും തനിക്ക് പോകാൻ ഇടമില്ലെന്ന് അവർ പറഞ്ഞതായി അറിയാൻ കഴിഞ്ഞു. അതേക്കുറിച്ച് എന്താണ് നമുക്ക് കിട്ടുന്ന വാർത്ത? സുനിത, അല്പം മുമ്പ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവെയാണ് കോടതി പരിസരം വൈകാരിക രംഗങ്ങൾക്ക് വേദിയായത്. താൻ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടതിൽ സന്തോഷമുണ്ടെങ്കിലും അനാഥയാണെന്നതിൽ ദുഃഖമുണ്ടെന്നായിരുന്നു ആബിദയുടെ പ്രതികരണം. 8 മാസങ്ങൾക്ക് മുമ്പ് ആബിദയുടെ പിതാവ് അബ്ദുൽ മജീദ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുകയുണ്ടായി. അതിനു മുമ്പ് തന്നെ വീടും പുരയിടവും ഏകമകൻ ഫാസിലിന്റെ പേരിൽ എഴുതിവെച്ചെന്നും അത് അടുത്ത മാസം മുതൽ, അതായത് നാളെ മുതൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതിനാൽ തനിക്ക് പോകാൻ ഇടമില്ലെന്നും ഒരു കോടതിയിൽ നിരപരാധിത്വം തെളിയിച്ച് മറ്റൊരു കോടതിയിൽ അവകാശങ്ങൾക്കായി പോകേണ്ട അവസ്ഥയാണ് തനിക്കുള്ളതെന്നും അവർ പറഞ്ഞു. 2 വർഷത്തിനിടയിൽ സഹോദരൻ ഫാസിൽ ഒറ്റത്തവണ പോലും തന്നെ കാണാനോ ഫോണിൽ സംസാരിക്കാനോ ശ്രമിച്ചില്ലെന്നും ബന്ധുക്കളും അയൽവാസികളും തന്നെ അകറ്റി നിർത്തുകയാണെന്നും പറയുന്നതിനിടയിൽ ആബിദ പലതവണ വിങ്ങിപ്പൊട്ടി. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, വനിതാ കമ്മീഷൻ അധ്യക്ഷയിൽ തനിക്ക് വിശ്വാസമില്ലെന്നും
ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയോട് പാർട്ടിയോട് പരാതി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് തിരിച്ചയച്ച അവരിൽ നിന്ന് എന്താണ് താൻ പ്രതീക്ഷിക്കേണ്ടതെന്നും ആബിദ മാധ്യമങ്ങളോട് ചോദിച്ചു. അവരുടെ പാർട്ടി അനുയായി കൊല്ലപ്പെട്ട സ്ഥിതിക്ക് തന്റെ ജീവനും ഭീഷണിയുണ്ടെന്നും തനിക്കൊരു സുരക്ഷിത സ്ഥലം ആവശ്യമാണെന്നും അവർ പറഞ്ഞു. അഗതി മന്ദിരങ്ങളും മഹിളാ മന്ദിരങ്ങളും മഠങ്ങളും പുറം ലോകമറിയാത്ത പീഡന മന്ദിരങ്ങളാണെന്നും താൻ ഇരയായി തീരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിലും സുരക്ഷിതം എന്ന് തോന്നുന്നിടത്തേക്ക് പോകുമെന്നും തന്നെ പിന്തുടരുതെന്നും അവർ മാധ്യമങ്ങളോട് അഭ്യർത്ഥിച്ചു. ആബിദ അരമണിക്കൂർ മുമ്പ് ഇവിടെ നിന്നും തനിച്ച് ഓട്ടോയിൽ കയറി പോവുകയായിരുന്നു. അതേസമയം കൊല്ലപ്പെട്ട തങ്ങളുടെ അനുയായിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഭരണകക്ഷിയുടെ അണികൾ മുദ്രാവാക്യം വിളികളുമായി പ്രക്ഷുബ്ധമാക്കി. കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി. ഇത്ര നേരം പാവം, അവൾ ഇന്നൊരു അനാഥയാണ്. അവള് നിരപരാധിയാണെന്ന് നമുക്ക് നേരത്തെ അറിയാലോ. നന്ദി ഉജോഷ്. മറ്റൊരു വാർത്തയിലേക്ക്. കൂടത്തായി കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? ഞാനിത് തീരുമാനിക്കാൻ? നീ അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകനല്ലേ, പ്രാസംഗികനല്ലേ? അല്ല, ഈ പ്രസംഗത്തിൽ മാത്രമേ സാമൂഹ്യ പ്രവർത്തനമുള്ളൂ? അമ്മേനെ കളിയാക്കുക? കളിയാക്കിയാലെന്താ? ഇന്ന് തനിച്ചൊരു പെണ്ണിന് വഴി നടക്കാൻ പറ്റുമോ? പിന്നല്ലേ കയറി കിടക്കാൻ ഇടമില്ലാത്ത ഒരുത്തി തനിച്ച് ജീവിക്കുന്നത്. ശരിയാണമ്മേ, ഞാൻ ആലോചിക്കുന്നുണ്ട്. എൻ്റെ അറിവിലുള്ള ആരെങ്കിലും അവൾക്കൊരു നല്ല ജീവിതം കൊടുക്കാൻ തയ്യാറാവുമെന്ന് എനിക്കൊന്ന് നോക്കണം. ആര് കൊടുക്കുന്ന? കൊലപാതക കേസിൽ അറസ്റ്റിലായ ഒരു പെണ്ണിനെ സംരക്ഷിക്കാൻ ആര് വരുന്ന? മറ്റുള്ളവരെ ഉപദേശിക്കുന്ന നേരം നിന്റെ പ്രസംഗത്തിലെ ഉപദേശങ്ങൾ സ്വന്തം ജീവിതത്തിൽ കാണിച്ച് മാതൃകയാക്ക്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് നിന്റെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടേ. ആ മഹാത്മാവിനോളം ഞാൻ വരില്ലായേ. എത്ര കാലം സന്യാസം തുടരാനാണ് ഉദ്ദേശം ഹേ? സമാധിയാവോളം ഹേ. നിന്നെ തല്ലേണ്ട കാലത്ത് ഞാൻ തല്ലിയില്ല, അതിന്റെ കുഴപ്പാ. വൈകിട്ട് വരെ ആരും തയ്യാറായില്ലെങ്കിൽ എന്താ ചെയ്യാ? ഗോഡ് നോസ്. താൻ പാതി ദൈവം പാതിന്നല്ലേ? ഞാൻ എന്റെ പാതി ചെയ്തു. രാത്രിയും ഇതന്നെ പറയണം ട്ടോ. ഐഷാൾ. പുറത്തു വാടാ ലുട്ടാപ്പി, നിന്റെ ചെവിന്ന് കൂർപ്പിക്കുന്നുണ്ട്. അമ്മയ്ക്കറിയാലോ അമ്മേ, ഞാൻ ഒരു സ്വയംസേവകനാണ്. സേവനമാണ് എൻ്റെ ലക്ഷ്യം. വിവാഹത്തെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിച്ചിട്ടേയില്ല. ആദർശത്തിലും അഭിമാനത്തിലും സത്യസന്ധതയിലും സേവനത്തിലും നിന്റെ അച്ഛൻ നിന്നേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന സ്വയം സേവകനാണെന്ന് നിനക്കറിയാമല്ലോ. എനിക്കറിയാം അമ്മേ. അച്ഛനിപ്പോൾ വരും. അമ്മയുടെ അടുത്ത് പറഞ്ഞു നിൽക്കും പോലെ അച്ഛനടുത്ത് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. അച്ഛൻ വന്നിട്ട് ഈ കുന്തത്തിൽ കയറി പോയാ മതി. അതുവരെ ഇതെന്റെ കയ്യിലിരിക്കട്ടെ. അച്ഛൻ വന്ന ഇനിയും വൈകും. അത്ര സുരക്ഷിതമല്ലാത്തൊരിടത്ത് ആവിധ എന്നെ കാത്തു നിൽക്കുന്നുണ്ടമ്മേ. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? സുരക്ഷിതമല്ലാത്തൊരിടത്ത് ആബിദ നിന്നെ കാത്തു നിൽക്കുന്നുണ്ടെന്നോ? അത് ഓർത്തോളൂ. അമ്മേ പ്ലീസ്, എനിക്ക് പോണം. നിനക്ക് ഉള്ള മരുന്ന് നിന്റെ അച്ഛൻ വരുമ്പോൾ ഞാൻ കൊടുത്തു വിട്ടോളാം. ഹലോ ബാലേട്ടാ. ആ ആ
പപ്പ എടുത്തി ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റേ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതേക്കുറിച്ച് എന്തെങ്കിലും? സോറി കേട്ടോ, 1-2 കോൾ വിളിക്കാണ്ടായിരുന്നു, അതാ വൈകി പോയത്. പറയൂ. എന്തു പറയാനാണ്? എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. കോടതിയിൽ നിന്നും ഇറങ്ങിയ ഞാൻ നിങ്ങളെ തേടി വന്നത് അറസ്റ്റിലായപ്പോൾ എന്നെ കാണാനെത്തിയ ഒരേ ഒരാൾ നിങ്ങളായതുകൊണ്ടാണ്. ജാമ്യമെടുത്തതും നല്ലൊരു വക്കീലിനെ ഏർപ്പെടുത്തിയതും എന്തിനേറെ വക്കീൽ ഫീസ് പോലും. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. സ്കൂളിൽ പഠിച്ച കാലം തൊട്ട് നീ എൻ്റെ ജൂനിയർ ക്ലാസ്മേറ്റ് മാത്രമല്ലായിരുന്നു, എൻ്റെ എല്ലാ സാമൂഹ്യ പ്രവർത്തനത്തിലും നീ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വിശ്വാസമുണ്ട്, ഒരാളെ കൊല്ലാൻ പോയിട്ട് നിനക്കൊരു ഉറുമ്പിനെ പോലും നോക്കാൻ കഴിയില്ല എന്ന്. പിന്നെ എന്തിനെന്നെ സഹായിച്ചു എന്ന് ചോദിച്ചാൽ, നിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളാണെങ്കിലും ഞാൻ സഹായിക്കുമായിരുന്നു. ശരിയാണ്. ഉപ്പ മരിക്കും മുമ്പ് ഞങ്ങളുടെ വീടും പറമ്പും എല്ലാം ജ്യേഷ്ഠൻ്റെ പേരിലാണ് എഴുതിയിട്ടുള്ളത്. ഒരുപക്ഷെ ഞാൻ തിരിച്ചു വരില്ല എന്ന് ഉപ്പ വിചാരിച്ചിട്ടുണ്ടാവും. ജ്യേഷ്ഠനൊരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. പക്ഷേ കൊലപാതകയായ ഒരു പെങ്ങളുണ്ടാവുമ്പോൾ അവിടേക്ക് പെണ്ണു കൊടുക്കാൻ ആരും മടിക്കും. ജ്യേഷ്ഠന് നല്ലൊരു ജോലിയും ശമ്പളമായിരുന്നു. കല്യാണം ഒഴിവാക്കാൻ അവരൊരിക്കലും തയ്യാറായിരുന്നില്ല. എന്നാലും അവർക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു.
കൊലപാതകിയായ ആ പെങ്ങൾക്ക് വീട്ടിലൊരധികാരം ഉണ്ടാവരുത്. അവൾ ആ വീടിൻ്റെ പടിയെ കയറരുത്. അവർ സ്വത്തുക്കളെല്ലാം ഉപ്പയിൽ നിന്ന് എഴുതി വാങ്ങിച്ചു. എന്നെക്കുറിച്ച് ഓർത്താണ് ഉപ്പയുടെ ഹൃദയം തകർന്നത്. ഞാൻ പുറത്തിറങ്ങുമ്പോൾ എന്നെ കാണാൻ വരാത്തതിൽ എനിക്കൊരു വിഷമവുമില്ല. എൻ്റെ സ്വന്തക്കാരോ കുടുംബക്കാരോ ബന്ധുക്കളോ സഹപ്രവർത്തകരോ ആരും തന്നെ വന്നില്ലല്ലോ. എനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദി പറയണമെന്നുണ്ടായിരുന്നു. എനിക്കിത്തിരി പൈസ വേണം. എവിടെയെങ്കിലും നല്ല അഭിമാനമുള്ള ജോലി ചെയ്ത് ഞാൻ ആ തുക നിങ്ങൾക്ക് തരാം. ഒരു ജോഡി ഡ്രസ്സും എൻ്റെ സർട്ടിഫിക്കറ്റുകളും മാത്രമാണ് കയ്യിൽ. ഇന്ന് രാത്രി എവിടെ തങ്ങണമെന്നറിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് വൈകി വരുന്ന വണ്ടിക്ക് ടിക്കറ്റ് എടുക്കണം. സ്ത്രീകളുടെ വിശ്രമ മുറിയിൽ കയറിയിരിക്കണം. ആ വണ്ടി പോയി കഴിഞ്ഞാൽ അറിയില്ല. പാളങ്ങൾ എങ്ങോട്ടും പോകുന്നില്ലല്ലോ. അവ എന്നെ പ്രതീക്ഷിച്ച് എന്നും അവിടെ ഉണ്ടാവും. കുട്ടി ബിരുദാനന്ദ ബിരുദം ഏതിലാണെന്നാണ് പറഞ്ഞ്? ഞാൻ കരുതി സോഷ്യോളജിയിലാണെന്ന്. ഇപ്പോൾ തോന്നുന്നു സാഹിത്യത്തിലാണെന്ന്. പരിഹസിച്ചോളൂ, പക്ഷെ എനിക്കൊരു സുരക്ഷിത സ്ഥലം പറഞ്ഞു തരണം. സുരക്ഷിതമെന്ന വാക്ക് പോലും ഇന്ന് സുരക്ഷിതമല്ലെന്ന് നീ തന്നെ കൊണ്ട് പറഞ്ഞിട്ടില്ലേ? പിന്നെ ഞാൻ ഏത് സ്ഥലം പറഞ്ഞു തരാനാ? ശരി, ഇത്തിരി പൈസ എങ്കിലും. ശരി, എത്ര വേണമെന്ന് പറയും? എനിക്കറിയില്ല. അധികമൊന്നും വേണ്ട. സുരക്ഷിതയല്ലാത്ത എൻ്റെ കയ്യിൽ എങ്ങനെ പൈസ സുരക്ഷിതമാകും അല്ലേ? എനിക്ക് ദഹിക്കുന്നില്ല. നിങ്ങൾക്ക് ജീവിതം ഒരു തമാശയാണ്. എനിക്ക് വേദനയും. അല്ല കുട്ടി, ജസ്റ്റ് എ മിനിറ്റ്. തിരിച്ചെങ്ങനെ തരണമെന്ന് ഓർത്ത് ചിന്തിക്കേണ്ട. പിന്നെ പണം സൂക്ഷിക്കാൻ പണത്തേക്കാൾ നല്ലത് ഡെബിറ്റ് കാർഡായിരിക്കും സേഫ്. നിങ്ങൾക്കും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് പറയാനറിയില്ല. എൻ്റെ ഉപ്പ ജീവിച്ചിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഒരു സ്ഥിതിയിൽ വരില്ലായിരുന്നു. പരിഹാസത്തോടെ തരുന്ന ഈ പൈസ എനിക്ക് വേണ്ട. അതെ, ഞാൻ തന്നെയാണ് വിളിച്ചത്. നമുക്കൊന്ന് അങ്ങോട്ടേക്ക് നടന്നാലോ? നിനക്ക് പറയാനുള്ളതെല്ലാം നീ പറഞ്ഞു. കുറ്റപ്പെടുത്തി. എനിക്ക് പറയാനോ ചോദിക്കാനോ എന്നെ കേൾക്കാനോ അവസരം തന്നില്ല. ജീവിതത്തെക്കുറിച്ചുള്ള തൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതിൽ ഭൗതിക സുഖങ്ങളൊന്നും വേണ്ടെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. പിന്നെ കല്യാണം, കുട്ടികൾ, ഫാമിലി ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ സാമൂഹ്യ സേവനത്തിന് ഒരു പരിമിതികളാണിതെല്ലാം. കുട്ടിക്ക് അറിയാലോ, നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ ഒരു ഹാസ്യമാണിതെല്ലാം. അതിൽ യാഥാർത്ഥ്യത്തെക്കാളും ഒരു മാനവ സേവനത്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത്. അറിയാം, ജീവിതത്തിൽ വിജയിച്ചവർക്ക് എന്തും പ്രസംഗിക്കാം. ഈ പ്രസംഗങ്ങൾ കേട്ടാണ് ഞാനും നിങ്ങളുടെ സഹപ്രവർത്തകയായത്. പക്ഷേ എനിക്കിന്ന് നഷ്ടം വന്നത് എൻ്റെ ജീവിതമാണ്. എന്തായാലും പറയാനുള്ളത് പറഞ്ഞല്ലോ. എനിക്ക് പരാതിയില്ല. വിവാഹത്തെക്കുറിച്ചൊന്നുമല്ല ഞാൻ ചിന്തിച്ചത്. ഒരു ഷെൽട്ടർ വേണം. അതെവിടെ തരപ്പെടുത്തി തരാൻ കഴിയുമെന്ന് ചോദിക്കാമെന്ന് കരുതി. എന്നേക്കാൾ ലോകവിവരമുള്ള ആളല്ലേ. ഒരു പേയിങ് ഗസ്റ്റായിട്ടെങ്കിലും. സോറി. ഒരു കൊലപാതകിക്ക് അവിടെയും വാതിലുകൾ തുറക്കില്ലല്ലോ. നിങ്ങൾ എവിടെയെങ്കിലും ഒരു അഭയം കാണിച്ചു തന്നാൽ അത് സുരക്ഷിതമാകുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ ചോദിച്ചത്. അല്ല, എവിടേക്കാ? ബാലേട്ടനെ ഒന്ന് കാണണം. ബാലേട്ടൻ പഴയ പോലെ രണാങ്കണത്തിലില്ല. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം ഒഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് പത്മാവതി ടീച്ചറെ കൂടി ഒന്ന് കാണണം.
നമുക്കൊക്കെ ഒരുപാട് തവണ വഴികാട്ടിയായിട്ടുണ്ടല്ലോ അവർ. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്കിപ്പോഴും അവരുടെ ഉപദേശം നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. ശരിയാണ് ഭഗിനി പപ്പയെടുത്തി. 80-ലധികം വർഷത്തെ ജീവിതാനുഭവം. 10 വയസ്സുകാരൻ പോലും പപ്പയെടുത്തി എന്നാണ് വിളിക്കുന്നത്. പപ്പയെടുത്തിയെ കാണണമെന്ന് ആഗ്രഹിച്ചത് അബ്സല്യൂട്ട്ലി റൈറ്റ് ഡിസിഷനാണ്. പക്ഷേ അതിനവിടെ വരെ പോകണമെന്നില്ല. അതെ, പപ്പയെടുത്തി എന്നെ വിളിച്ചിരുന്നു. പപ്പയെടുത്തിയുടെ തീരുമാനമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ബാലേട്ടൻ എന്നെ വിളിച്ചിരുന്നു. ബാലേട്ടൻ ഒരു തീരുമാനം എന്നെ അറിയിച്ചിരുന്നു. ആ തീരുമാനം അറിയിക്കാതെയാണ് ഞാൻ പപ്പയെടുത്തിയെ വിളിച്ചത്. അവസാനം എന്താ, പപ്പയെടുത്തിയും ബാലേട്ടനും തീരുമാനിച്ചത് ഒന്നായിരുന്നു. നിനക്കറിയോ, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ എന്നോട് വിളിച്ചു പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ ഒരാളെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനം. കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ മാത്രമല്ല നമ്മൾ പിടിച്ചുയർത്തേണ്ടത്, ഒറ്റപ്പെട്ടവരെ കൂടി പിടിച്ചുയർത്താൻ നമ്മൾ സഹായിക്കണം. പ്രളയത്തിൽ വീടൊലിച്ചു പോയവർക്ക് വീട് പണിതു കൊടുക്കൽ മാത്രമല്ല സാമൂഹിക സേവനം. ഒലിച്ചു പോകാൻ വീടില്ലാതെ ജീവിതത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ടവർക്കും ഒരു കൈനീട്ടി അഭയം നൽകലാണ്. മുങ്ങിത്താഴുന്നവരെ കരക്കടിപ്പിക്കുന്നത് മാത്രമല്ല രക്ഷാപ്രവർത്തനം. മുങ്ങിത്താഴാൻ ഇടവരാതെ ഒരാളെയെങ്കിലും സംരക്ഷിക്കാൻ കഴിയുന്നതും രക്ഷാപ്രവർത്തനമാണ്. നമ്മളെക്കൊണ്ട് ഏതെങ്കിലും ഒരാളെയെങ്കിലും, ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ഏതെങ്കിലും ഒരാളെയെങ്കിലും നമ്മളെക്കൊണ്ട് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സേവനം.